നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ, ഇതൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു. ഞാനിപ്പോ ചായ കുടിച്ചതാ. അത് സാരമില്ല. ആദ്യമായിട്ട് സ്വന്തം പേരും ഐഡന്റിറ്റിയും പറഞ്ഞ് ഈ വീട്ടിൽ വന്നതല്ലേ, ഒരു ചായയൊക്കെ ആവാം. ശരിയാ, കള്ളപ്പേരിലാണെങ്കിലും ഈ വീട് കണ്ടുപിടിക്കാൻ ഞാൻ എത്ര ബുദ്ധിമുട്ടെന്നറിയോ. മാത്രമല്ല, ഞാൻ വന്ന് സംസാരിക്കുന്ന സമയത്തൊക്കെ ഞാൻ രാധയല്ല അഞ്ജലിയാണെന്ന് പറഞ്ഞ് താൻ എന്നെ ഒഴിവാക്കി പോകുമ്പോ എന്റെ മനസ്സിൽ തീ കത്തുമായിരുന്നു. ഒന്നാമത് സുഭദ്രാമ്മയോടുള്ള എന്റെ കടപ്പാട്, രണ്ട് എന്റെ അച്ഛനെ ശരീരം പോലും തരാതെ ഇല്ലാതാക്കിയ മേഘനാഥനോടുള്ള പക. ഇതിനൊക്കെയുള്ള പരിഹാരമായിരുന്നു താൻ. അതുകൊണ്ടാണ് ഞാൻ വിടാതെ പിന്നാലെ നടന്നതും. ചതിക്കാനല്ല വേണുവേട്ടം വന്നതെന്ന് എനിക്ക് ആദ്യമേ ബോധ്യപ്പെട്ടിരുന്നു. എങ്കിലും അങ്ങനെ ഒഴിഞ്ഞു മാറിയത് മേഘനാഥനെ ഭയപ്പെട്ടതുകൊണ്ട് തന്നെയാ. എന്റെ കുട്ടികള് ആപത്ത് കൂടാതെ ജീവിക്കണമെന്ന് കരുതിയതുകൊണ്ട് മാത്രം. മനസ്സിലായി. എന്തായാലും പിന്നീടെങ്കിലും താൻ തൃപ്പങ്കോട്ട രാധയാണെന്ന് സമ്മതിച്ച് മുന്നോട്ട് വന്നല്ലോ, അത് തന്നെ ആശ്വാസം. ശരി ശരി, നടന്നത് നടന്നു കഴിഞ്ഞു. ഇനി ആ മേഘനാഥൻ കൊടുത്തിരിക്കുന്ന കേസിന്റെ ഡീറ്റെയിൽസ് പറയൂ. ഒന്നും അറിയില്ല എനിക്കതിനെപ്പറ്റി. പറയാം. തൃപ്പങ്കോട്ട് തറവാട്ടിലെ ഒരവകാശികളും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലെന്നും അതുകൊണ്ട് വിവാഹം വഴി ആ തറവാട്ടിലേക്ക് ബന്ധുവായി വന്ന തനിക്ക് മുഴുവൻ സ്വത്തുക്കളുടെയും കൈവശ അവകാശവും കൈമാറ്റ അവകാശവും നിയമപരമായി സ്ഥാപിച്ചു തരണമെന്നാണ് അയാളുടെ കേസ്. കേസിൽ കുടുംബ വക്കീൽ എന്ന നിലയിൽ ഞാൻ സ്വമേധയാ കക്ഷി ചേർന്നിട്ടുണ്ട്. നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അഫിഡവിറ്റ് ഫയൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹാജരാകണമെന്നാണ് മേഘനാഥന്റെ ഇപ്പോഴത്തെ വാദം. മനസ്സിലായി. ഇനി പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? രണ്ട് കാര്യം. ഒന്നാമത്, രാധ സുഭദ്രാമ്മയുടെ മകനായ അച്യുതിനെയും കൊണ്ട് ജഡ്ജിയുടെ മുന്നിൽ പ്രസന്റ് ആവണം. രണ്ട്, ജഡ്ജിക്ക് കൊടുക്കാൻ ഒരു സത്യവാങ്മൂലം തയ്യാറാക്കിയിട്ടുണ്ട് ഞാൻ. മറ്റൊന്നുമല്ല, ഞാൻ രാധയാണ്. എന്റെ കൂടെയുള്ള കുട്ടി എന്റെ മൂത്ത സഹോദരി സുഭദ്രയുടെ മകനാണ്. മേഘനാഥന്റെ ഭീഷണി നിമിത്തം ഒളിച്ചു ജീവിക്കുന്നു എന്നൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്. കോടതിയിൽ നേരിട്ട് വന്ന് അതൊന്ന് ഒപ്പിട്ട് തരണം. അതോടെ കഴിയും ഒന്നാമത്തെ ഘട്ടം എന്ന് പറയാം. ശരി, ഞാനും അച്ഛവും കോടതിയിൽ വന്ന് പറഞ്ഞതുപോലെ ചെയ്തോളാം. സന്തോഷം. പക്ഷേ ആ വരവിലൊരു റിസ്ക് ഉണ്ട്. അവസാന ദിവസം ആയതുകൊണ്ട് മേഘനാഥൻ വലിയ കരുതലെടുക്കും, അത് തീർച്ചയാ. അതിന്റെ അപകടം നമ്മൾ മുൻപേ തന്നെ കാണണം. അതുകൊണ്ട് കൃത്യമായി ഞാൻ പറയുന്ന നിർദ്ദേശമനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ. രാവിലെ 9 മണിക്ക് ഇവിടെ റെഡിയായിരുന്നുള്ളൂ. എന്തു വേണം, എങ്ങനെ വേണമെന്നൊക്കെ ഞാൻ അറിയിച്ചുകൊണ്ടിരിക്കും. ഇൻഫാക്ട് ഇത് ഒരു ഞാണന്മേൽ കളിയാണെന്നും സ്വന്തം ജീവൻ മരണ പോരാട്ടമാണെന്ന് വിചാരിച്ചു വേണം മുന്നോട്ട് പോവാൻ. എന്താ, എല്ലാം ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെയാണ്. ഞങ്ങൾ ഉണ്ടാവും കൂടെ. താങ്ക്സ് ലോട്ട്. അപ്പോ ഇനി എല്ലാം ഫോണിൽ. ഗുഡ് ലക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.